ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പം ഞങ്ങള് കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ഹണിമൂൺ ട്രിപ്പ് പോവാണ്. ഞങ്ങൾ പോണ സ്ഥലം ഏതാണെന്ന് ഇപ്പൊ റിവീൽ ചെയ്യുന്നില്ല. ഞങ്ങൾ അവിടുത്തെ വ്യൂസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ അങ്ങോട്ടുള്ള വഴിയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഒരു റിസോർട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ മൊത്തത്തിൽ നല്ലൊരു അഭിപ്രായം അതിനെക്കുറിച്ച് കേട്ടു. പിന്നെ എൻ്റെ മമ്മിയും പപ്പയൊക്കെ 2 വർഷം മുമ്പ് അവിടെ പോയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയ ഒരു ഫീഡ്ബാക്കിന്റെ വെളിച്ചത്തിലാണ് ഞങ്ങൾ രണ്ടുപേരും ഇപ്പം അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഞങ്ങളുടെ കല്യാണ വീഡിയോ കാര്യങ്ങളെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാണാം. അപ്പം അങ്ങോട്ട് പോകാനുള്ള വഴിയാണ് ഈ കാണുന്നത്. ഇവിടെ പണി നടക്കുന്ന കാരണമാണ് ഇങ്ങനെ മോശമായിട്ട് കിടക്കുന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ വളരെ സ്ലോയിലാണ് വണ്ടി പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ഡെസ്റ്റിനേഷനിലേക്ക് ഏകദേശം എത്തിയേക്കാണ്. ഏകദേശം അതെ അവിടെ എത്താറായി. ഫ്രണ്ടിൽ കാൽപാട്ടയും കാണും. 2 സൈഡും തേയിലത്തോട്ടവും പൂക്കളും എല്ലാം വെച്ചിട്ട് സെറ്റാണ്. ഞങ്ങളുടെ ട്രീ ഹൗസിൽ നിന്ന് ഞങ്ങൾ പുറത്തിറങ്ങി. ഈ പ്ലാന്റേഷൻ്റെ ഉള്ളിൽ, പ്ലാന്റേഷൻ എന്ന് പറയുമ്പോൾ ഈ കാണുന്ന തേയിലത്തോട്ടാണ്. ഇതിൻ്റെ ഉള്ളിൽ പുലി ഉണ്ടോന്നൊന്നും അറിയാൻ പാടില്ല. ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഉള്ളിലൊന്നും നടക്കാൻ പോകണം ഇപ്പോൾ രാത്രി. അപ്പോൾ ഇനിയിപ്പോൾ ഈ സ്റ്റെപ്പ് ഇറങ്ങി പോകണം താഴത്തോട്ട്. അതെ, ജസ്റ്റ് നൈറ്റ് വാക്ക്. ഏലമാണ് ഇങ്ങനെ. ഏലമുണ്ട്, കാപ്പിയുണ്ട്, കാപ്പിയുടെ മരമുണ്ട്. ഇവിടെ പിന്നെ കൂടുതലും ഏലാണ് കാണുന്നത്. കുരുമുളകുണ്ട്, ശീമക്കൊന്നയുണ്ട്. അയ്യോ, ശീമക്കൊന്ന. താഴെ നോക്കിയാൽ നമ്മുടെ വീട്ടിലേക്കുള്ള വഴി ഇങ്ങനെയാണ് കാണാം. കാട്ടിൽ നിന്ന് ഫുൾ കാടാട്ടാ. കൊടും കാടാണ്. ലൈറ്റ് പിടിപ്പിച്ചിട്ടുണ്ടെന്നുള്ളൂ. കൊടും കാടാ. പശുവൊക്കെ ഉണ്ട്. പക്ഷേ പശുവല്ല. ഇവിടെ അവർ നമുക്ക് വേണ്ടി കുറേ റൈഡുകളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൽ പറഞ്ഞാണ് ഈ ഹോഴ്സ് റൈഡ്, പിന്നെ കിഡ്സ് പ്ലേ ഏരിയ, സൈക്ലിങ്, അതൊക്കെ എന്തായാലും നിങ്ങൾ മുകളിലോട്ട് നടക്കാം. നല്ല രസമല്ലേ ഗൈസ് കാണാൻ ഈ രാത്രി സമയം. അതുപോലെ എൻ്റെ അനിയൻ കുറച്ച് സർപ്രൈസുകൾ ഒരുക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ഒരു കേക്ക് കിട്ടിയിട്ടുണ്ട്. കേക്ക് എന്ന് പറയുമ്പോൾ ഹാപ്പി ഹണിമൂൺ എന്ന് പറഞ്ഞിട്ട് കേക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ ഇറങ്ങാൻ നേരത്തായതുകൊണ്ട് അതിന് വീഡിയോ ഒന്നും എടുത്തില്ല. ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ ഒന്ന് കറങ്ങി വന്നിട്ട് ആ കേക്ക് കാണിച്ചു തരാം കേട്ടോ.
ഇന്ന് പ്ലാൻ ചെയ്തിരുന്നത്. സോ ക്യാൻഡിൽസ് എല്ലാം കത്തിച്ച് വരുന്നേ ഉള്ളൂ. ഇന്ന് രാവിലെ ഇവിടെ വന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ തുടങ്ങിയിട്ട് ഇപ്പോൾ ഈ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറിന് വേണ്ടി തിരി കത്തിക്കുന്ന ഈ ചേട്ടൻ ഉണ്ടല്ലോ, ഈ ചേട്ടൻ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. അതായത് നമുക്കൊരു പ്രീമിയം ട്രീറ്റ്മെൻറ്റ് തന്നെയായിരുന്നു അവിടെ കിട്ടിയത്. അപ്പോൾ ഞങ്ങൾ ഇനിയും റെക്കമെൻഡ് ചെയ്യും ഈ ഡ്രീം ക്യാച്ചർ എന്ന് പറഞ്ഞ റിസോർട്ട് മൂന്നാറുള്ളത് കൂടുതൽ ആൾക്കാർക്ക്. ഞങ്ങൾക്കുള്ള ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറിനുള്ള സെറ്റപ്പ് ഒക്കെ ചെയ്തിരിക്കുന്നു. ഇതും അനിയൻ്റെ സർപ്രൈസ് ആണെന്നൊന്നും കേട്ടെ. അപ്പോൾ ഗൈസ് ഞങ്ങൾക്ക് സർപ്രൈസായിട്ട് ഒരു കേക്ക് കിട്ടിയായിരുന്നു അനിയൻ്റെ വക. അപ്പോൾ നല്ല ഇരുട്ടാണ്. ഇതിപ്പോൾ അറിയാലോ, കാട് പോലത്തെ സ്ഥലം, ഞങ്ങളൊരു കാടിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ എല്ലാവരും കൂടി ഇവിടെ ഒത്തുവരുന്ന കുറേ ആൾക്കാരുണ്ട്. അവരെല്ലാവരും കൂടി കേക്ക് മുറിക്കാമെന്നാണ്. ഞങ്ങൾ മാത്രമായിട്ട് മുറിച്ചാൽ ഞങ്ങൾ രണ്ടുപേരല്ലേ കേക്ക് മുറിക്കണേ കാണുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്തേക്കുന്നവരെ എല്ലാവരുമായിട്ട് ഒരുമിച്ച് കേക്ക് മുറിക്കാമെന്നുള്ളൊരു തീരുമാനത്തിലെത്തി. അതിനുവേണ്ടി അങ്ങോട്ട് പോകുകയാണ്. അപ്പോൾ അവിടെ ചെന്നിട്ടുള്ള വീഡിയോസ് ഇനി ആഡ് ചെയ്യാം. അങ്ങനെ പിടിച്ചിട്ട് ഒരാളുടെ വയൽ വയ്ക്കാം, എന്നിട്ട് മറ്റാൾ കടിച്ചെടുക്കണം. കടിച്ചെടുക്കുക. ഇന്നലെ പോയ പരിപാടിക്ക് ആരുടെ വെഡിങ്